ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദിയോഗിയിൽ പോയതിനെ പറ്റിയിട്ടാണ്. നമ്മൾ കോയമ്പത്തൂർ എത്തിയതിന് ശേഷം ഗാന്ധിപുരം എന്ന സ്ഥലത്ത് നിന്നാണ് റൂം എടുത്തത്. അവിടെ റൂം എടുത്ത് ഫ്രഷ് ആയതിന് ശേഷമാണ് നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആദിയോഗിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ബസ് നമ്പർ 40 ഇഷ എന്ന ബസ്സിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ചെന്നെത്താം. പോകുന്ന വഴിക്ക് തന്നെ നല്ല വയലുകളും പാടങ്ങളും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ആ സ്ഥലം കാണാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് കുറച്ചധികം നടക്കാനുണ്ട്. നടന്നാലേ സ്റ്റാച്യു കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നടക്കുന്ന വഴിയിൽ തന്നെ ഗാർഡനും മരങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞ ഒരു സ്ഥലം. നല്ല രസം, നമുക്ക് നല്ല കാഴ്ച കണ്ടു പോകാൻ പറ്റിയ സ്ഥലം. നല്ല ഒരു പോസിറ്റീവ് ഫീല് കിട്ടും. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ എന്തുവാ കാളവണ്ടി ഒക്കെ വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ പോയ സമയത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കാരണം മഴയൊക്കെ വരുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല തണുത്ത കാറ്റും അങ്ങനെയൊക്കെ നല്ല രസമാണ്. പിന്നെ അവിടെ തന്നെ ചുറ്റിനും മലകളും പിന്നെന്തുവാ മേഘമൊക്കെ മൂടി കിടക്കുന്ന ഒരിത് നല്ല രസമാണ് കേട്ടോ. നമ്മൾ റീലിൽ കണ്ടിട്ടൊക്കെ ഉള്ളതല്ലാതെ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും എന്നൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് പോയി നോക്കേണ്ട സ്ഥലമാണ്. പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ഷോ ആണ് കേട്ടോ. ലൈറ്റ് ഷോ രാത്രി 7 മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണി എന്ന് പറയുന്നത് അനൗൺസ്മെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 7 മണിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റ് ഷോ കാണാനായിട്ട് എല്ലാവരും നിലത്ത് വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഓരോ ഇതായിട്ട് ചന്ദ്രകല ആദ്യം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല നല്ല രസമായിട്ടൊന്ന് കാണേണ്ട ഒരു കാഴ്ച. നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ലയിച്ചിരുന്നു പോകും. അത്രയ്ക്ക് നല്ല കാഴ്ചയാണ്. അപ്പോൾ എന്നിട്ട് ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം ഇറങ്ങി. കാരണം അവിടുത്തെ ബസ് എന്ന് പറയുന്നത് ഓരോ സമയം അനുസരിച്ചേ ഉള്ളൂ. ലാസ്റ്റ് ബസ് 10:30 അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബസ്സൊക്കെ കിട്ടാൻ ഒരു വഴിയും കാണില്ല. കാരണം നമുക്ക് വേഗം പോവുകയും ചെയ്യണം. പിറ്റേ ദിവസം നമുക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ.